ഇത്തവണ പിള്ളേരെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത കണ്ണൂരാണ്. കുറച്ച് പരിപാടികൾ എനിക്ക് കൊല്ലത്തുണ്ടായതുകൊണ്ട് ഞാനിവരെ നേരത്തെ തന്നെ കണ്ണൂർ കൊണ്ടുവിട്ടു. കൊല്ലത്തിന് തിരിച്ചു പോകുന്നു. എല്ലാവരും സീറ്റുകളിലൊക്കെ പേടാണ്. കുഞ്ഞം ചെറിയ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. പതിവിന് വിപരീതമായിട്ട് കുഞ്ഞുകുട്ടൻ നേരത്തെ ഉറങ്ങി. കുഞ്ഞമ്മൻ്റെ അടുത്ത് ഇരിക്കുന്ന സ്വഭാവമില്ല. എന്തായാലും ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. എൻ്റെ എന്തോ ഒരു അളിഞ്ഞ ഡയലോഗ് ഇടയ്ക്കൂടെ കയറി വരുന്നുണ്ട്. കോഴിക്കോട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ ഗോകുലം മാൾ. വേറെ ഒരു ചിന്തയുമില്ല. അവിടെ ഇരുന്നാണ് തീരുമാനിക്കുന്നത് പിന്നെ പിന്നെ കോഴിക്കോട് എവിടെയൊക്കെ പോകണമെന്നുള്ളത്. സോ നേരെ ഞങ്ങൾ ഗോകുലം മാളിലേക്ക് വിട്ടു. നേരെ പ്ലേ ഏരിയയിലോട്ട്. ബാക്കി രണ്ടുപേരും മോശമല്ല, പക്ഷേ 3 പേർക്കും പണി കിട്ടി. കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പുതിയൊരു കാർഡ് എടുക്കാൻ ഞാൻ സമ്മതിച്ചതുമില്ല. എന്നാൽ പിന്നെ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞു. ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 6:45 സിനിമ. പിന്നെ ഐസ്ക്രീം മാളിൽ കയറിയൊരു വീക്ക്നെസ് ആണല്ലോ. അമ്മ ഒരു മെഹന്തിക്കാരനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 ദിവസത്തിനകത്തൊരു കല്യാണമുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അമ്മ വെച്ചിട്ട് മെഹന്തി ഇട്ടായിരുന്നു. കുഞ്ഞെ വിചാരിച്ചത് എന്തോ പച്ച കുത്തുന്ന മറ്റേ ടാറ്റു അടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുഞ്ഞെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കൈ. സിനിമയ്ക്ക് ടൈമായി. നേരെ തിയേറ്ററിലേക്ക്. എൻ്റെ ലക്ഷ്യം 2 മണിക്കൂർ ഉറങ്ങുക എന്നുള്ളതാണ്. പടക്കളമാണ് സിനിമ. എൻ്റെ ഉറക്കം നടന്നില്ല. കാര്യം പടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ പടം മൊത്തം ഞാൻ കണ്ടു. എന്തായാലും നല്ല പടം. ഞങ്ങൾ കോഴിക്കോട് തിരിക്കുന്നു. ടൂർ ഗൈഡിൻ്റെ ജോലി ചെയ്യുന്ന അമ്മുവാണ്. അമ്മ എല്ലാവരും തട്ടിക്കയറ്റുന്നുണ്ട്. ഇതാണ് കോഴിക്കോട്ടുകാരുടെ ഫറൂഖ് പാലം. ഇതാണ് നവീകരിച്ച ഫറൂഖ് പാലം നമ്മളീ കാണുന്നത്. വർണ്ണ വൈവിധ്യമാർന്ന ലൈറ്റുകളാൽ അങ്ങനെ ശോഭിച്ച് നിൽക്കുകയാണ് ഫറൂഖ് പാലം. ഞാൻ പലതവണ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും നൈറ്റ് ടൈമിൽ ഞാൻ ആദ്യമായിട്ടാണ് ഫറൂഖ് പാലം പാസ് ചെയ്യുന്നത്. വളരെ നന്നായിട്ടുണ്ട്. നേരെ ഗുരുവായൂരെത്തി. ഒരു റൂം എടുത്ത് ചാച്ചി. എല്ലാവരും എണീറ്റ്. കുഞ്ഞുമാവ ഉറക്കമാണ്. അങ്ങനെ കുണുമാവ എണീറ്റ് അവൻ എക്സസൈസിലാണ്. ഇതാണ് അവൻ്റെ എക്സസൈസ്. അമ്മ ആദ്യം തന്നെ കുളിച്ചിറങ്ങി. കുഞ്ഞൂട്ടൻ കാണാതെ രഹസ്യമായിട്ടൊരു വീഡിയോ പിടിച്ചു. രാവിലെ അമ്മുവിൻ്റെ ചെറിയൊരു വീട്ടമ്മ കളി. എന്തായാലും കുഴപ്പമില്ല, ഒരു കാപ്പി കിട്ടിയാൽ മതിയായിരുന്നു. വളരെ പ്രൊഫഷണലായിട്ടാണ് അമ്മ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത്. അടുത്ത കുണുവായ കുളിപ്പിക്കുന്ന ചടങ്ങാണ്. കുണുവായ കാണാതാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. കണ്ടാൽ ചീത്ത പറയും. നേരെ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ച് പിടിക്കുകയാണ്. കുഞ്ഞോട്ടൻ എത്തുന്നില്ല. എന്നാലും തപ്പിപ്പിടിച്ചൊക്കെ പൊക്കി എടുക്കുന്നുണ്ട്. ഉള്ളി വാട്ടർമെലൻ. ഇനി അല്പം ഭക്തിയാണ്. ഞങ്ങൾ നേരെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക്. കളിപ്പാട്ടം നോക്കി കിടക്കുകയാണ്. ഞാൻ അവന് വാക്ക് കൊടുത്തു, തിരിച്ചു വരുമ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങിക്കൊടുക്കാം. ഒരു കളിപ്പാട്ടമില്ലാതൊരു യാത്ര ഇല്ല. വൈശാഖ മാസവും ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അകത്ത് കയറി തൊഴുന്ന കാര്യം നടക്കില്ല. കളിപ്പാട്ടം പർച്ചേസിൻ്റെ ഫസ്റ്റ് ടേൺ കുഞ്ഞയ്ക്ക. അതുകൊണ്ട് കുഞ്ഞൂട്ടൻ മാറി ക്ഷമയോടെ ഇരിക്കുക. കുഞ്ഞൂട്ടൻ്റെ ടേണാ. കുഞ്ഞൂട്ടൻ പിന്നെ വെറൈറ്റി എടുക്കാനുള്ള ശ്രമത്തില്ല. ഭഗവാന്മാരെ എത്ര ഭംഗിയോടാണ് നിരത്തി വച്ചിരിക്കുന്നത്. ഗണേശൻ രാജകീയമായിട്ട് ഒത്ത നടക്കുന്നുണ്ട്. കുഞ്ഞൂട്ടനൊരു വെറൈറ്റി പി ചൂസ് ചെയ്തേക്കുന്നു. ഞങ്ങൾ റൂമിൽ തിരികെ എത്തി. 2 മണിക്ക് ചെക്കൗട്ടാണ്. നേരെ എറണാകുളം വിടണം. എല്ലാം പാക്ക് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ്. കുഞ്ഞ് ഉറങ്ങി. പൊക്കി തട്ടി കാറ് കയറ്റി ഞങ്ങളിവിടെ തിരിച്ചു. ഏകദേശം 2:30 ആയിട്ടുണ്ട്. 4:30 ആയപ്പോൾ എറണാകുളം എത്തിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ എറണാകുളത്തെ ട്രാഫിക്ക് അതൊരു രസമാണ് ഒരർത്ഥത്തിൽ. അടുത്ത ഞങ്ങളുടെ പരിപാടി ഫോറം മാളാണ്. കേരളത്തിൽ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ലാത്തൊരു മാളാണ്.
ഒരു ഇൻ്റർനാഷണൽ ഫീലിംഗ് ഒക്കെ തോന്നുന്നുണ്ട്. അതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തികച്ചും ഒരു ഇൻ്റർനാഷണൽ ഫീലിംഗ് ആണ് അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. ലുലുവിനെയോ അല്ലെങ്കിൽ കോഴിക്കോട് ഹൈലൈറ്റ് മാളിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ശരിക്കൊരു വെറൈറ്റി ഉണ്ട്. കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിള്ളേരും എക്സൈറ്റഡ് ആണ്. ഫുഡ് കോർട്ടൊന്നും ഒരു രക്ഷയില്ല, അടിപൊളി. അവിടെ ഒരു ജപ്പാൻ റെസ്റ്റോറൻറ്റ് വരെ ഉണ്ട്. അമ്മൂന് പിന്നെ വെറൈറ്റിയാണ് എപ്പോഴും. ബബിൾ ടീ എന്താണെന്ന് പോലും അറിയത്തില്ല. ഏത് മാളിൽ ചെന്നാലും ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ആയാലും ലോക്കലായാലും റോസ്റ്റഡ് ഒരു വീക്ക്നെസ്. കുഞ്ഞാ ടേസ്റ്റ് ചെയ്യണോ? സൂപ്പറാന്ന് പറ. വീഡിയോ എടുക്കുന്ന തിരക്കിൽ ബാക്കി 2 പേർക്ക് ഫുഡ് കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം വായും പൊളിച്ചിരിക്കുന്ന കണ്ടില്ലേ, കൊതിയും വിട്ട്. കുഞ്ഞാക്ക് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം മസ്റ്റാ, റോയൽ ലൈഫാണ്. എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. ഹാപ്പി നേരെ കൊല്ലം. ഓക്കെ ബൈ ബൈ.